സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചപ്പോൾ സംസ്ഥാനത്ത് ആകെ 194 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത് പ്രധാനമായുള്ളത്. പ്രധാന സ്ഥാനാർത്ഥികൾക്ക് വെല്ലുവിളി ഉയർത്തി വിമതന്മാരും അപരന്മാരും ഇത്തവണ രംഗത്തുണ്ട്. എം കെ രാഘവന് 3 അപരന്മാരും അബ്ദുൽ കരീം എന്ന പേരിൽ 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഉണ്ട്. ഷാഫി പറമ്പലിന് 2 അപരന്മാരും കെ ശൈലജയെ കൂടാതെ മറ്റ് 3 ശൈലജമാരും സ്ഥാനാർത്ഥികളായി പട്ടികയിൽ ഉണ്ട്. ശക്തമായ ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 10 സ്ഥാനാർത്ഥികളുണ്ട്. തൃശൂരിൽ LDF സ്ഥാനാർത്ഥി സുനിൽ കുമാറിന് 1 അപരൻ ആയപ്പോൾ പ്രതാപൻ എന്ന പേരിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും പത്രിക നൽകിയിട്ടുണ്ട്. വി അരുണിന്റെ റിപ്പോർട്ട് കാണാം. 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 204 പേരായിരുന്നു സൂക്ഷ്മ പരിശോധന ദിവസം അവസാനിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അതിൽ 10 പേർ കൂടി പത്രിക പിൻവലിച്ചു. ഇതിൽ അപരന്മാരുണ്ട്, വിമതന്മാരുണ്ട്. അതായത് തങ്ങൾക്ക് ഭീഷണിയാകുന്ന വിമത അപര സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കാനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണി നേതൃത്വങ്ങളുടെ ശ്രമം അത്രത്തോളം ഫലം കണ്ടില്ല. ഈ അവസാനം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം കഴിയുമ്പോഴും 194 സ്ഥാനാർത്ഥികളുണ്ട്. മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പുറമെ 130ഓളം സ്വതന്ത്ര അപര വിമത സ്ഥാനാർത്ഥികളുണ്ട്. എല്ലാം ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന മത്സരങ്ങളിൽ ഓരോ വോട്ടും നിർണായകമാണ്. ഈ അപരന്മാർ, വിമതന്മാർ, സ്വതന്ത്രന്മാർ പിടിക്കുന്ന വോട്ട് ഒരുപക്ഷെ ഒരു സ്ഥാനാർത്ഥിയുടെ വിജയത്തെ, പരാജയത്തെ ബാധിച്ചേക്കാം. അത്തരമൊരു ആശങ്ക ഇനിയും നിലനിൽക്കുന്നു. ഏതായാലും ഇനി മറ്റു വഴികളില്ല. വോട്ടർമാരാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഈ 194 പേരുടെ പേരുകളും വോട്ടർ ബാലറ്റ് പേപ്പറിൽ ഉണ്ടാകും, വോട്ടിംഗ് മെഷീനിൽ ഉണ്ടാകും. അവർക്ക് ആളുകൾ വോട്ട് ചെയ്യേണ്ടി വരും. 194 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപരന്മാർ ഭീഷണി ശക്തമായി തന്നെ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ഉയർത്തുന്നു, വിമതന്മാർ ഉയർത്തുന്നു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂരിന് ഒരു വിമത സ്ഥാനാർത്ഥിയുണ്ട്. ആ വിമതൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ഷൈൻലാലാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസത്തിന്റെ തലേ ദിവസമാണ് ഷൈൻലാൽ യൂത്ത് കോൺഗ്രസിന് രാജിവെച്ചത്. അടുത്ത ദിവസം പത്രിക സമർപ്പിക്കുകയും ചെയ്തു. ഷൈൻലാൽ മത്സരരംഗത്തേക്കുണ്ട്. ചെറിയ വോട്ട് ഷൈൻലാൽ പിടിച്ചാൽ പോലും അതിശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരത്ത് അത് ശശി തരൂരിന് ഭീഷണിയായി മാറുമെന്ന ആശങ്ക ഇതിനകം കോൺഗ്രസ് UDF ക്യാമ്പിൽ ഉയർന്നിട്ടുണ്ട്. ഏതായാലും മറ്റു മണ്ഡലങ്ങളിലും സമാനമായ വിഷയങ്ങളുണ്ട്. കോഴിക്കോട് MK രാഘവന് 3 അപരന്മാരാണുള്ളത്. അബ്ദുൽ കരീം എന്ന പേരിൽ ഇളമരം കരീമിനും അപര ഭീഷണിയുണ്ട്. ഷാഫി പറമ്പിലും കെ ശൈലജ ശക്തമായ പോരാട്ടം നടക്കുന്ന വടകരയിൽ 2 സ്ഥാനാർത്ഥികൾക്കും അപര ഭീഷണിയുണ്ട്. ഷാഫി പറമ്പിലിന് 2 അപരന്മാരാണ് എതിരായുള്ളത്. കെ ശൈലജ കൂടാതെ മറ്റു 3 ശൈലജമാരും സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. കെ ശൈലജയുടെ വോട്ടുകളും ഒരുപക്ഷെ ഭിന്നിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയേക്കാം എന്ന ആശങ്ക ഇടത് ക്യാമ്പിലുമുണ്ട്. തൃശൂരിൽ 10 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. അവിടെയും LDF സ്ഥാനാർത്ഥി സുനിൽകുമാറിന് അപരനുണ്ട്. പ്രതാപൻ എന്ന പേരിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും പട്ടികയിലുണ്ട്. മറ്റു ലോക്സഭാ മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ അപര വിമത ശല്യമുണ്ട്. ഏതായാലും ശക്തമായ പോരാട്ടത്തിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കളമൊരുങ്ങുന്നത്. ഇനി ദിവസങ്ങൾ മാത്രം തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുമ്പോൾ ഓരോ ദിവസവും പുതിയ പ്രചരണ വിഷയങ്ങൾ വരുന്നു. എതിരാളികളെ ആക്രമിക്കാൻ സൃഷ്ടിക്കപ്പെടുന്നതും അതുപോലെ തന്നെ വീണുകിട്ടുന്നതുമായ അവസരങ്ങൾ, ആയുധങ്ങൾ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ ശക്തമായി തന്നെ ഉപയോഗിക്കുന്നു. കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങൾ ഭരണ പ്രതിപക്ഷങ്ങൾ ഒന്നടങ്കം പറയുന്നു. സംസ്ഥാന സർക്കാരിനെതിരെ കൂടി പ്രതിപക്ഷത്തിന്റെയും BJPയുടെ വിമർശനങ്ങൾ വരുന്നു. ഇടത് വലത് കൂട്ടുകെട്ട് പലയിടത്തുമുണ്ടെന്ന വിമർശനങ്ങൾ BJP ക്യാമ്പ് ഉന്നയിക്കുന്നു. BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി UDF വോട്ട് മറിക്കുന്നു എന്ന് ചിലയിടങ്ങളിൽ LDFന്റെ പ്രചരണം, തിരിച്ച് LDF വോട്ട് മറിക്കുന്നുവെന്ന UDFന്റെ പ്രചരണം, അങ്ങനെ മാറി മാറി മറിയുന്ന രാഷ്ട്രീയ വിമർശനങ്ങൾ. ഏതായാലും കേരളം പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അമരുന്നു. അതിശക്തമായ റെക്കോർഡ് ചൂടാണ് സംസ്ഥാനത്തെ പല മണ്ഡലങ്ങളിലും താപനില രേഖപ്പെടുത്തുന്നത്. ആ താപനിലയെ മറികടക്കുന്ന രാഷ്ട്രീയ ചൂടിനൊക്കെയാണ് സംസ്ഥാനം ഓരോ ദിവസവും ഓരോ നിമിഷവും മാറുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലും പുതിയ പ്രചരണ വിഷയങ്ങളുണ്ടാകാം, പുതിയ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ വരാം. അതെല്ലാം ജനങ്ങളെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് കണ്ടറിയണം. ഏതായാലും സംസ്ഥാനം ഇന്നേ വരെ കണ്ടിട്ടാത്ത തരത്തിലുള്ള അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന് പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരത്തിനാണ് അരങ്ങൊരുങ്ങുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഓരോ വിഷയവും കൃത്യമായി അപഗ്രഥിച്ച് വിലയിരുത്തി തങ്ങൾക്ക് വിജയിപ്പിക്കേണ്ട ആളുകളെ തിരഞ്ഞെടുക്കുമെന്ന് ഉറപ്പാണ്. അതിശക്തമായ തിരഞ്ഞെടുപ്പ് പോരാട്ടം കേരളം അരങ്ങൊരുക്കുകയാണ്. അപർണ, ഇതിൽ ഒരു പ്രധാന കാര്യം, ഏറ്റവും അധികം വനിതകൾ ഇത്തവണ മത്സരിക്കുന്നത് വടകരയിലാണ്. ഒരുപക്ഷെ കെ ശൈലജയ്ക്ക് പുറമെ 3 ശൈലജമാർ. അപ്പോൾ
ഒരുപക്ഷെ അപരന്മാരായിരിക്കാം, എങ്കിലും ഒരുപക്ഷെ കണക്കുകൾ നോക്കുമ്പോൾ ഏറ്റവും അധികം വനിതകൾ സ്ഥാനാർത്ഥികൾ എന്തുകൊണ്ട് വടകരയിൽ ആണ് ഉള്ളത്. അതെ, പക്ഷേ ഒട്ടും വനിതാ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തത് കണ്ണൂരും മലപ്പുറത്തും തൃശ്ശൂരും കോട്ടയത്തും മാവേലിക്കരയിലും. അവിടെ വനിതകളെ ഇല്ല. ഏതായാലും 4 ശൈലജമാർ മത്സരിക്കുന്നു, 4 രാഘവന്മാരും കോഴിക്കോട് മത്സരം. ഈ കോഴിക്കോട് തന്നെയാണ് പ്രധാന വിഷയം. രാഘവേട്ടനും കരീംകയും തമ്മിലുള്ള മത്സരമാണ് പ്രധാനമായിട്ട്. MK രാഘവേട്ടൻ എന്ന് വിളിക്കുമ്പോൾ അതിന് പകരമായിട്ടാണ് കരീംക വിളി തുടങ്ങിയതെന്ന് കോൺഗ്രസ്സുകാർ ആരോപിക്കുന്നു. അങ്ങനെയല്ല, പണ്ട് മുതലേ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇളമരം കരീം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയും ചെയ്തു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് വന്നിരിക്കുന്ന ചില പരാമർശങ്ങളൊക്കെ ഉണ്ട്. കരീംക വിളിയിലെ രാഷ്ട്രീയം എന്താണെന്ന് ജനത്തിന് നന്നായിട്ട് അറിയാമെന്ന് കൂടിയാണ് കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ വിളിച്ചു വന്ന പേര് തെരഞ്ഞെടുപ്പ് സമയത്ത് മാറുന്നതിന് പിന്നിൽ ലക്ഷ്യം കൃത്യമാണ്. കോഴിക്കോട് ത്രികോണ പോരാട്ടമുണ്ടെന്ന് പറയാനാകില്ല എന്നും MK രാഘവൻ ന്യൂസ് 8നോട് പ്രതികരിച്ചു. കോഴിക്കോട് വലിയ പ്രചണ്ഡമായ പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വലിയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കോഴിക്കോട്. ഞാനുള്ളത് ശ്രീ MK രാഘവൻ, സിറ്റിംഗ് MP. അദ്ദേഹം തന്നെയാണ് ഇത്തവണ നമുക്കറിയാം സ്ഥാനാർത്ഥി. അദ്ദേഹവും പ്രചരണത്തിന്റെ വലിയ തിരക്കുകളിലാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ, ഈ സിവിൽ സ്റ്റേഷനിൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. നമ്മളോടൊപ്പം അദ്ദേഹം വലിയ തിരക്കുകൾക്കിടയിലും അല്പസമയം സംസാരിക്കാം എന്നുള്ള തരത്തിൽ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. നമസ്കാരം സർ. ഇന്നലെ എത്ര മണി കഴിഞ്ഞു എല്ലാം വന്ന് വീടെത്തിയപ്പോൾ? 1 മണി കഴിഞ്ഞു. 1 മണിയായി. എല്ലാ ദിവസവും അങ്ങനെയാണോ ഷെഡ്യൂൾ? എല്ലാ ദിവസവും അങ്ങനെ. രാവിലെ ഇപ്പം 4:30 മണിക്ക് പുറത്തു പോയിട്ട് ഇപ്പം ഞാൻ വന്ന് കയറിയതുള്ളൂ. ഓ, അത് ശരി. ഉറക്കം വളരെ കുറവാണ്. അതെ, എന്തോ നമ്മൾ നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളേക്കാൾ കുറച്ചുകൂടി കാര്യങ്ങൾ ഒരു പ്രയാസം ഉണ്ടെന്നുള്ള രീതിയിലുണ്ടോ? പ്രയാസമില്ല, എന്തായാലും കംഫർട്ടബിൾ മെജോറിറ്റി കിട്ടും, ഒരു സംശയം വേണ്ട. അതൊന്നും ഒരു വിഷയമല്ല. അല്ലാതെ കാരണം നേരത്തെ മത്സരിച്ചൊരാരും മോശക്കാരനല്ലോ. റിയാസ് മോശക്കാരനാണോ? പ്രദീപുമാണ് മോശക്കാരനാണോ? വിജയരാഘവൻ മോശക്കാരനാണോ? അല്ലല്ലോ. അത് എല്ലാ കാലത്തും മത്സരം ശക്തമായി നടക്കും. UDF അനുകൂലമായി ജനങ്ങൾ വിധി എഴുതും. അതെന്തുകൊണ്ടായിരിക്കാം ഇത്തവണ UDF ജനം വോട്ട് ചെയ്യണമെങ്കിൽ? താങ്കൾ MP ആയി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ കോഴിക്കോട് സ്വാഭാവികമായുണ്ട്. താങ്കളുടെ ജനകീയതയുണ്ട്. ഒപ്പം മറ്റെന്തോ ഘടകങ്ങളായിരിക്കും വർക്ക് ചെയ്യുക? ഒന്ന്, ഈ 2 ഗവൺമെന്റുകൾക്കും ജനമെതിരാണ്. വിലക്കയറ്റം അതിരൂക്ഷമാണ്. കിട്ടുന്ന വരുമാനം കൂടി ജീവിക്കാൻ കഴിയുന്നില്ല ആൾക്ക്. ഓരോ ദിവസം സാധനങ്ങൾക്ക് വില കൂടിക്കൂടി വരുന്നത്. അടുക്കളയിലെ സഹോദരിമാർക്കറിയാം എന്താ അവസ്ഥ കൃത്യമായിട്ട്. സാധനങ്ങൾ കിട്ടാനില്ല പലപ്പോഴും. തൊഴിലില്ലായ്മ രൂക്ഷമാണ്. ആർക്കും തന്നെ ഗവൺമെൻറ് ഒരു ആനുകൂല്യം കിട്ടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ നിത്യജീവിതത്തിൽ അനുഭവപ്പെടുമ്പോഴാണല്ലോ ആളുകൾ തീരുമാനമെടുക്കുക. അത് എല്ലാ തലങ്ങളിലും പെട്ടവർക്കും അനുഭവമാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു 2 ഗവൺമെൻറ്റുകൾക്കുമെതിരായിട്ടുള്ള ജനങ്ങളുടെ ചിന്തയും മനസ്സുമാണ് വീണ്ടും UDF ജയിപ്പിക്കാൻ കാരണം വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ നേരത്തെ മത്സരിച്ച 3 സ്ഥാനാർത്ഥികളെക്കാളും വലിയ മെച്ചമുള്ള ആളല്ല, ഏതാണ്ട് അതേ കാറ്റഗറിയിലുള്ള ആളാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി എന്ന് താങ്കൾ പറഞ്ഞു. ആരും മോശക്കാരൻ മുഹമ്മദ് റിയാസ് മോശക്കാരനാണ്. അദ്ദേഹം അഖിലേന്ത്യാ DYFയുടെ പ്രസിഡന്റ് ആയിരുന്നല്ലേ. പ്രദീപ് കുമാർ ഏറ്റവും പോപ്പുലറായിട്ടുള്ള MLA ആയിരുന്നില്ല. അതുപോലെ വിജയരാഘവൻ CPM പോളിറ്റ് ബ്യൂറോ അംഗം, അന്ന് CC മെമ്പറാണ്, 3 തവണ MB ആയ ആളാണ്. ഇവരാരെ തന്നെ കുറഞ്ഞ ആളുകളൊന്നും അല്ലല്ലോ. എല്ലാവരെ പോലെയും അതുപോലെ സ്ഥാനാർത്ഥി എന്നല്ലാതെ അവരാരും മോശക്കാരെന്നാർക്കും പറയാൻ കഴിയില്ല. ഈ സാധാരണ ഈ പ്രചരണ പ്രവർത്തനങ്ങളെക്കാളും കുറച്ചൊരു മാറ്റം CPM ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഇത് സാറിന് വീണ്ടും തൊട്ട് മുമ്പ് തന്നെ കരീംക എന്നുള്ള പോസ്റ്റാണ് ഞാൻ കണ്ടത്. എന്തായിരിക്കും അങ്ങനെയൊക്കെ? ഒന്നും കാരണം അത് പിന്നെ ആളുകൾ പോസ്റ്റർ അടിച്ചു കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും? എന്നെ വിളിക്കുന്ന പേരിൽ എന്നെ വിളിക്കാൻ പറ്റും. ഒരു സുപ്രഭാതത്തിൽ എന്നെ ഇന്ന് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് അച്ചടിച്ച് കൊടുത്താൽ അതൊക്കെ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നതുകൊണ്ട് അതൊക്കെ അടിച്ചേൽപ്പിക്കുകയാണ്. ഇന്നലെ വരെ അറിയപ്പെടുന്ന പേരുകൾ അറിയപ്പെടുക എന്നല്ലാതെ എന്താണ് വിളിപ്പേര് അന്ന് അതുപോലെ, അതല്ലാതെ പെട്ടെന്ന് രാവിലെ മാറ്റം വന്ന് അച്ചടിച്ചു കൊടുക്കുക എന്നേ വിളിക്കാമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു കാപട്യത്തിന്റെ സ്വഭാവമാണല്ലോ. കോഴിക്കോട് ജനങ്ങൾ അങ്ങനെ വിളിക്കുമോ? അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്ന സാഹചര്യം ഉണ്ടോ കോഴിക്കോട്? ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത്. ജനങ്ങളാണ് തീരുമാനിക്കുന്നത്.